നമ്മളിന്ന് ദ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞൊരു പുതിയ തെലുങ്ക് പടത്തിൻ്റെ ടീസർ വന്നിട്ടുണ്ട്. അതിലാരാണ് നായികയായിട്ട് അഭിനയിക്കുന്നത്? ശ്രീവള്ളി ആണ് നായിക. രശ്മിക മന്ദനയാണ് ഇതിൽ നായികയായിട്ട് അഭിനയിക്കുന്നത്. പുള്ളിക്കാരി ആക്ച്വലി മെയിൻ ക്യാരക്ടർ പുള്ളിക്കാരിയാണെന്ന് തോന്നുന്നു. അങ്ങനെ ഫസ്റ്റ് ടൈൽ ക്യാരക്ടർ ചെയ്യുന്ന ഇനി പടം തീരുന്നവരെ പേര് പറയാത്ത രീതി ടൈലിലാണ് കൊണ്ടുപോകുന്നത്. ദി ഗേൾ ഫ്രണ്ട് എന്ന് തന്നെ അറിയപ്പെടുമെന്ന് അറിയില്ല. നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നത് അല്ലേ? ഈ പാലേക്ക് ഡയറക്ടർ അല്ലെങ്കിൽ ശരിടാ ഈ ഐഡിയ നമുക്ക് തോന്നിയില്ലല്ലോ. നമുക്ക് ഏതായാലും സിനിമയുടെ ഒരു ടീസർ വന്നിട്ടുണ്ട്. ടീസർ ഒന്ന് കണ്ടുപോകാം. ചേട്ടാ ടീസർ പ്ലേ ചെയ്യും. నయనం నయనం కలిసే తరుణం యదనం పరుగే పెరిగే వేగం ఇక మీదట నువ్వే దానికి గమ్యం. കുറച്ചുകൂടെ ബഡ്ജറ്റ് കുറഞ്ഞ പടമല്ലേ? విసిరిన నవ్వులో వెలుగుని చూసా, నవ్వాపితే పగలే చీకటి తెలుసా. ആരാ മെയിൻ ക്യാരക്ടർ? മെയിൻ ക്യാരക്ടർ ആരാന്ന് മനസ്സിലായിരുന്നു? മെയിൻ ക്യാരക്ടറാണ് ദി ഗേൾ ഫ്രണ്ട്. മെയിൽ ക്യാരക്ടർ. എല്ലാ ഷോട്ടും ചേച്ചിയാണല്ലോ. വല്ലോരൻ രാഹുൽ രവീന്ദ്രൻ. എടാ രാഹുൽ രവീന്ദ്രൻ ആരെന്ന് മനസ്സിലായോ? ఇదేదో పికప్ లైన్ అయితే కాదు, అస్సలు కాదు. ഇഷാം അബ്ദുൽ വഹാബാ മ്യൂസിക് ചെയ്തേക്കുന്നത് അല്ലേ? ഗീത ആർട്സ് ആണ് മറ്റേ. അതെ മഹദീരൊക്കെ ചെയ്ത്. അല്ലു അരവിന്ദ് പ്രൊഡക്ഷനാണ് ഗീത ആർട്സ്. ഇഷാം അബ്ദുൽ വഹാബ് മ്യൂസിക് ചെയ്തേക്കുന്നത് കേട്ടോ. മറ്റേ രാഹുൽ രവീന്ദ്രൻ ആരാന്ന് പറയാം ഡയറക്ടർ? ജിഗ്രയിലെ മറ്റേ പുള്ളി മനസ്സിലായി. ജിഗ്രയിലെ ഒരാളുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? അന്ന് ഞങ്ങൾ പറഞ്ഞില്ലേ പുള്ളി ഫിലിം മേക്കറായിരുന്നു. ഇവിടെ ഹെൽപ്പ് ചെയ്യാൻ ഇവിടെ കൂടെ നിൽക്കുന്ന ഒരു ക്യാരക്ടറായിട്ട്. പുള്ളി കാരണം മണി എന്തോ ഒരു പേര് ഞാൻ മറന്നുപോയി, ക്യാരക്ടറിനെയും മറന്നുപോയി. ഞാൻ പടം കണ്ടില്ല. പുള്ളിയാണ് രാഹുൽ രവീന്ദ്രൻ. ഉണ്ടായിരുന്നത്. അതെ, പുള്ളി ഇതിനു മുമ്പ് ഒരു പടം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. മറ്റേ എന്തായിരുന്നു സിനിമയുടെ പേര്? റുഹാനി ശർമ്മയുടെ ഫസ്റ്റ് പടം ഉണ്ടല്ലോ, ഓർമ്മയുണ്ടോ? മറ്റേ ചെലിസോ അങ്ങനെയാണോ പടത്തിന്റെ പേര്? ഓർമ്മയില്ല, ഞാൻ കണ്ടുണ്ട് പടം. നല്ല ചലിസോ. അവാർഡ് നാഷണൽ അവാർഡ് കിട്ടി. മറ്റേ ഇത് അതിൻ്റെ നാഷണൽ അവാർഡ് കിട്ടി, മികച്ച ചിത്രമോ എന്തോ കിട്ടിയായിരുന്നു. അവിടെ കിട്ടിയ എന്തായാലും കുറച്ച് കൺട്രോൾഡ് സാധനമാണ്. അതെ, അതായത് ശ്രീവള്ളി പോലത്തെ പരിപാടി അല്ല. ശ്രീവള്ളിയുടെ മുഴുവൻ കഴിവ് വേണ്ട കുറച്ച് അല്ല. ഇതെനിക്കൊന്ന് പുള്ളിക്കാർ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്ന പരിപാടിയാണെന്ന് തോന്നുന്നു. ചിലപ്പോൾ ഇതിനായിരിക്കും അവാർഡ് കിട്ടുമെന്നവർ പറഞ്ഞത്. ഒരുപാട് ഷോട്ടുകളിൽ പുള്ളിക്കാരത്തെ ഫേസിൽ ഹോൾഡ് ചെയ്തിട്ട് പുള്ളിക്കാരത്തെ അതിനകത്ത് പെർഫോം ചെയ്യാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് കണ്ടോണ്ടിരിക്കാനും പറ്റുന്നുണ്ട്. വിട്ടു കൊടുത്തിരിക്കുക. നിങ്ങൾ ചെയ്യൂ. നിങ്ങൾ ആക്ച്വലി ഇപ്പം പുള്ളിക്കാരെ ആക്ച്വലി ഒരു പടങ്ങൾ വന്നിട്ടേ നമ്മുടെ അങ്ങോട്ട് ബൂമായി വന്നതിന് ശേഷം പിന്നുള്ള പടങ്ങളിലെല്ലാം അറിയാമല്ലോ, മറ്റേ സ്ഥിരം ടെംപ്ലേറ്റഡ് റോളുകളാണ്. ആക്ച്വലി ഇവർ മെയിനായിട്ട് ലീഡ് ചെയ്യുന്നൊരു സിനിമ വരുമ്പോഴാണ് ഇവരുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന് അറിയാനുള്ളൊരു. അല്ല, ഇതിനു മുമ്പുള്ള മറ്റേ ക്രിക്കറ്റർ ആയിട്ടുള്ള ഒരു പടം അതായിരുന്നു ഡിയർ കോമ്രേഡ്. അതിനകത്തൊക്കെ അത് നല്ല സൂപ്പർ പടമായിരുന്നു, നല്ല സിനിമ. അത് പക്ഷേ അത്ര വലിയ പക്ഷെ അത് നല്ല പടമാണ്, നമുക്ക് കണ്ടോണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടമാണ്. ഈ പുഷ്പ എന്ന് പറഞ്ഞ ഒരു കൊമേഴ്ഷ്യൽ റോളുമാണ്. ഈ കുറച്ച് ലൗഡ് ആക്ടിങ് വേണമെന്ന് പറഞ്ഞാൽ ഡിസൈഡ് ചെയ്യാൻ ഇവർക്ക്. പുള്ളിക്കാരുടെ വന്നതിന് ശേഷം പിന്നെ ഗീതാ ഗോവിന്ദം, ഈ ഡിയർ കോമ്രേഡ്, അങ്ങനത്തെ 1-2 പടങ്ങൾ വന്നു കഴിഞ്ഞാൽ പുള്ളിക്കാർക്ക് ഈ സൂപ്പർ സ്റ്റാറുകളുടെ കൂടെയുള്ള റോളുകൾ വന്നതിന് ശേഷം മൊത്തത്തിൽ ഈ ടൈപ്പ് കാസ്റ്റ് ആയിപ്പോയി. അതിലൊരു ബെറ്റർ സാധനം ആനിമലിലെ പെർഫോമൻസ്. അതെ. ഈ നാഷണൽ ക്രഷ് ടൈറ്റിൽ കിട്ടിയ പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ക്യൂട്ട്നെസ് ഉണ്ടാകണമല്ലോ, ഇതില്ലാതെ പറ്റത്തില്ല. അതെ. അപ്പം ഞാൻ ശ്രീവള്ളി ആയിരിക്കുമ്പോൾ കുറച്ച് ക്യൂട്ടായിരിക്കണം, ആ ഒരു സാധനം അതായിരിക്കും ചിലപ്പോൾ ഡയറക്ടേഴ്സ് ചോദിക്കുന്നത്. അതില്ലേ കൊണ്ടുവന്നില്ലേ? അതെ, അത് ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട്. ബേസിക്കലി റീല് കണ്ട് ഇഷ്ടപ്പെടുന്ന, റീലുകൾ ആസ്വദിക്കുന്ന ഒരാൾക്ക് വർക്ക് ആവുന്ന ടൈപ്പ് ഓഫ് ഒരു ക്യാരക്ടറാണ് ശ്രീവള്ളി. ഞാൻ FDFSC പുഷ്പ 2 കണ്ടതാണ്. ഞാൻ തമിഴിലാണ് കണ്ടത്.
എന്നെ ശ്രീവള്ളി കുറച്ച് വെറുപ്പിച്ചു. പക്ഷെ എനിക്ക് പുഷ്പ 1 അത്ര എന്നെ വെറുപ്പിച്ചില്ല. ഇല്ല, അത് നമ്മൾക്കും അങ്ങനെ ഉണ്ടായിരുന്നു. അത്രയും വെറുപ്പില്ല. കാര്യം അവർക്ക് അതിലുള്ള അത്രയും ലെങ്തി സീനുകൾ, ലെങ്തി എന്നല്ല, അതിലുള്ള അത്രയും ആ ടൈപ്പ് സീനുകളല്ലായിരുന്നു, കുറച്ചുകൂടെ. പക്ഷേ ഈ മലയാളത്തിൽ ഡബ് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. തമിഴിലെ ഡബിൽ ഈ എല്ലാവരും നെഗറ്റീവ് പറയുന്നൊരു സീനുണ്ട് അമ്പലത്തിൽ, ഇവക്ക് ഒരു വിട്ടുകൊടുത്തേക്കുന്ന സീൻ. ആ സീന് ഓൺ പേപ്പർ നല്ല സ്ട്രോങ് സീനാണ്, പക്ഷെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഭർത്താവിനെ എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും ചാടിക്കയറി. അപ്പം കുറച്ച് കയ്യിൽ നിന്ന് പോയെങ്കിലും ഇങ്ങനെ വെറുപ്പിച്ച് ഈ റിവ്യൂ ഒക്കെ ഭയങ്കര നെഗറ്റീവ്. അതെന്താണെന്നറിയാം, അത് മലയാളം ഡബിന്റെ ഒരു വലിയ ഇഷ്യൂ ആയിരിക്കും. തമിഴ് അത്ര ഇഷ്യൂ ഇല്ല, എന്നാലും തമിഴില്ല. ഞാൻ എൻ്റെ തെലുങ്ക് ഓഡിയോ കുറച്ച് കേട്ടപ്പം ആ വിഷ്വൽ കുറച്ച് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് അവരതിനെ ഈ പറഞ്ഞ സിംഗ് സൗണ്ടും പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കണം. ആ സീൻ സിംഗ് സൗണ്ട് ആയിരിക്കത്തില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ബട്ട് സ്റ്റിൽ അത് ചെയ്തിരിക്കുന്നത് ഫുള്ളി സെറ്റാണ്, അതുകൊണ്ട് ചെയ്യാൻ വേണേ. ആ സംഭവം ചെയ്തിരിക്കുന്നത് തെലുങ്ക് ഓഡിയോയിലും ചെയ്തിരിക്കുന്നത് കുറച്ച് രസമായിട്ട്, മീൻസ് അവർക്ക് കുറച്ചുകൂടെ ആ വൈബ് പിടിക്കാൻ പറ്റും. ആക്ടിംഗ് വൈസ് പൊടിക്ക് മേലെയാണെങ്കിൽ കൂടിയും ഈ പറയുന്ന ഇത്രയും നെഗറ്റീവ് വരത്തില്ല. കാരണം തെലുങ്ക് പടത്തിൽ കുറച്ച് ആക്ടിങ് എത്രയോ പടത്തിൽ നമ്മൾ മലയാളം ഡബിങ്ങിന്റെ ഒരു ഭയങ്കര വലിയ ഇഷ്യൂ ഉണ്ട്. എസ്പെഷ്യലി ഇവർ ഉപയോഗിക്കുന്ന വേർഡുകൾ, വേർഡ് സെലക്ഷൻ ഭയങ്കര. എനിക്ക് തോന്നുന്നില്ല പുഷ്പ എന്ന കോൺസെപ്റ്റ് നമുക്ക് പറിച്ച് കേരളത്തിൽ നടാൻ പറ്റത്തില്ല ഒരിക്കലും. ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ നട്ടാലും അവർക്കിങ്ങനെ ഊഹിക്കാൻ പറ്റുമോ ഇന്ന ദേശത്തെങ്കിലും, പക്ഷെ നമുക്ക് ഒരിക്കലും ഊഹിക്കാൻ പറ്റത്തില്ല. അപ്പം ഇവര് വന്നിട്ട് തിരുവനന്തപുരം സ്ലാങ് അല്ലേ പിടിച്ചേക്കുന്നവര്? ഏത് സ്ലാങ് പക്ഷേ അങ്ങനെ നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളൊരു സിറ്റുവേഷനും സ്കെയിലും ഒക്കെയാണ്. അപ്പം അതിൻ്റെ അകത്ത് ഇവർ മലയാളം കൂടെ പറയുമ്പോഴത്തേക്കും ഒരു തരത്തിലും കണക്ട് ആകത്തില്ല. ഇവർ മലയാളം പറഞ്ഞ മെയിൻ പ്രശ്നം ഇവർ എക്സാക്ട് വേർഡ് ഇവർ ആക്ച്വലി ചേട്ടാ ഇത് സംഭവമില്ല. ഇപ്പം ഡയലോഗ് എഴുതുമ്പോൾ ഇവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവരവിടെ പറഞ്ഞ ഡയലോഗ് വേർഡുകളില്ല, വേർഡ് ബൈ വേർഡ് നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പോലെ ആ വാക്ക് ഇവർ പറയുമ്പം ഇടിക്കും. നീ എന്താ എന്റെ ഭർത്താവിനെ പറയുന്നത്? അത് കുറച്ചുകൂടെ ഫ്ലോയില് ആ ഡയലോഗ് മലയാളത്തിലെ ഡയലോഗ് എഴുതാൻ പറ്റിയാൽ ഈ പ്രശ്നം കുറച്ചുകൂടെ മാറും. എല്ലാവരും പറഞ്ഞിട്ടുണ്ട് എല്ലാ ഡബും കേട്ടതിൽ ഏറ്റവും എക്സാക്ട് ആയിട്ട് വേർഡ് ബൈ വേർഡ് അല്ലാതെ അർത്ഥം മനസ്സിലാക്കി ഡബ് ചെയ്തത് തമിഴാന്ന് പറഞ്ഞിട്ടുണ്ട് പുള്ളി. അത് സോങ്ങിന്റെ ലിറിക്സ് ആയാലും പടമായാലും അവർ എന്താണോ അതിന് ആ സീനകത്ത് ഉദ്ദേശിക്കുന്ന ഒരു വൈബും ഒരു ടോണും ഒക്കെ ഉണ്ടല്ലോ, ആ ടോൺ പിടിച്ചിട്ട് ആണ് ആ സീൻ അവർ റീറൈറ്റ് ചെയ്തേക്കുന്ന പോലെ. അതെ, മലയാളത്തിൻ്റെ പ്രശ്നം അതാണ്. ഈ ഡബിങ്ങിൽ അതായത് ഇവർ ഉപയോഗിക്കുന്ന വേർഡുകൾ, എസ്പെഷ്യലി ഇവരുടെ ചോയ്സ് ഓഫ് വേർഡ്സ് ഭയങ്കര വീക്കാണ്. അത് നമുക്ക് കേൾക്കും. അതാ ഈ പറഞ്ഞ അമ്പലത്തിലെ സീനിൽ ഇവള് പെർഫോം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര കല്ലുകടി ഇവിടെ ഉപയോഗിക്കുന്നത് വേണ്ട. എൻ്റെ ചേട്ടൻ നമുക്ക് ആ വേർഡില്ല, അത് സ്ട്രെസ് ചെയ്യാനൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു അയ്യോ എന്തോ ചെയ്യുന്നെന്നുള്ളൊരു ഭയങ്കര കല്ലുകടി. അതാ പറഞ്ഞാൽ തമിഴ് അല്ലെങ്കിൽ തെലുങ്ക് കാണുവാണെങ്കിൽ തന്നെ, ഇപ്പോൾ തെലുങ്ക് കണ്ട എൻ്റെ ഒരു ഫ്രണ്ട് നമ്മുടെ റിവ്യൂവിനെ പറ്റി പറഞ്ഞിരുന്നു, എടാ തെലുങ്കിൽ ഞാൻ കണ്ടപ്പോൾ സബ് ടൈറ്റിൽ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് തെലുങ്ക് കംപ്ലീറ്റ്ലി മനസ്സിലാകത്തില്ലെങ്കിൽ സബ് ടൈറ്റിൽ വായിക്കാം. പക്ഷേ നമ്മൾ ഈ കേൾക്കുമ്പോൾ ഉള്ള അരോചകം ഭയങ്കര കുറവായിരുന്നു നമുക്ക് അവിടെ, ആ രീതിയിൽ. ബട്ട് സ്റ്റിൽ ആൾക്കാർ കുറേ പേര് കൂവി. ഫണ്ടമെന്റലി ആ പടം ഇത്രയും ട്രോൾ അർഹിക്കുന്നില്ല എന്നുള്ള അഭിപ്രായമാണ്. പടം ഗംഭീര പടമല്ല, സ്റ്റിൽ ഇതിലും മോശം തെലുങ്ക് പടങ്ങൾ കണ്ടിട്ട് അത് ഇവിടെ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്, ഈ കേരളത്തിൽ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് മനസ്സിലായത് ഇപ്പോൾ രശ്മിക മന്ദനയ്ക്ക് ഇപ്പോൾ ഈ പുഷ്പ 2 കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ആ ഒരു ആക്ടിങ്ങിനെ പറ്റി ആൾക്കാർ പറഞ്ഞിരുന്ന ആ ഒരു ഫീഡ്ബാക്കൊക്കെ ഈ സിനിമ മാറ്റാൻ ചാൻസ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഇതിൻ്റെ പരിപാടി കണ്ടിട്ട് കുറച്ചുകൂടെ പുള്ളിക്കാരിക്ക് എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്യാനുള്ളൊരു പരിപാടി. ഇത് നന്നായിട്ട് വന്നാൽ പുള്ളിക്കാരത്തി ആയിരിക്കും എൻ്റെ ഫോക്കൽ പോയിന്റ്. പുള്ളിക്കാരത്തി നന്നായിട്ട് ചെയ്തു എന്നുള്ളത് അത് ഓരോ പടം മാറുമ്പോൾ പടം. അതെ, അത്രേ ഉള്ളൂ. ഇതത്രേ ഉള്ളൂ. ഒരു സിനിമ ഇറങ്ങുന്നു, അടുത്ത സിനിമ വരുന്നവരേ ഉള്ളൂ അതിന് ആയുസ്. അതിൻ്റെ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അടുത്ത പടം വരുന്നവരേ ഉള്ളൂ. അതിന് കുറച്ച് നെഗറ്റിവിറ്റി കേരളത്തിൽ നിന്ന് വന്നാലും പടം 1000 കോടി അടിച്ചു. അത് തന്നെ, അതായത് ഇത് ഏറ്റവും കൂടുതൽ ട്രോൾ ചെയ്യപ്പെടുന്നതും അല്ലെങ്കിൽ അതിനെ ഇത് ചെയ്യുന്നതും കേരളത്തിൽ നിന്നാണ് പൊതുവെയുള്ള റിപ്പോർട്ടുകൾ അവരുൾപ്പെടെ പറയുന്നത്. അങ്ങനെയാണ്. അത് വേറൊന്നും കൊണ്ടല്ല, അത് അങ്ങനെയാണ്. നമുക്ക് സിനിമ വർക്കാവുന്നതും വർക്കാവാത്തതും അനുസരിച്ചിട്ട് ഇപ്പോൾ ആ സിനിമ അവർ എയിം ചെയ്ത ഓഡിയൻസ് ആരാണോ ആ ഓഡിയൻസിൻ്റെ അടുത്ത് ഈ പടം റീച്ചായി. അതുകൊണ്ട് അവർക്ക് വളരെ വലിയൊരു എമൗണ്ട്, അതായത് 1000 കോടി അടിക്കാൻ പോവുകയാണ് ഉടനെ തന്നെ. കേരളത്തിൽ പോലും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഷെയർ കവർ ചെയ്യാറായെന്ന് തോന്നുന്നു. കാണും. ഇതിപ്പം ചേട്ടാ എത്ര നെഗറ്റീവ്, നമ്മൾ പടം ബോറാന്ന് പറഞ്ഞാൽ പോലും നാളെ ആൾക്കാർ കാണാൻ പോകും. കാര്യം ഇത് ബോറാണെന്ന് പറഞ്ഞാൽ തന്നെ ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് വരും. അങ്ങനെ പറയാനും മാത്രം ഇത്രയും നെഗറ്റീവ് വരാൻ എന്താണ് അതിനകത്ത് എന്നറിയാനൊന്ന് കണ്ടു നോക്കാൻ വിചാരിക്കുന്ന പുഷ്പ 2 കണ്ടോ? ഞാൻ പറഞ്ഞ പുഷ്പയെ കുറിച്ചൊക്കെ അത് തന്നെ. പുഷ്പ 2 പറ്റി സീരിയൽ കാണുന്ന അമ്മമാരുടെ അടുത്തേക്ക് എത്തിയിരിക്കുന്നു. അതാണ് സീരിയലാണെന്ന് കേൾക്കുന്നത്, പോയി കണ്ടാലോ. അതെ, അതായിരിക്കും. ഇത് മെഗാ സീരിയൽ പോലെയോട് പറഞ്ഞപ്പോൾ അമ്മ ആലോചിച്ചാണ്, എടാ എന്നാ ഒന്ന് കാണണമല്ലോ, നമുക്ക് പറ്റിയ സാധനമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ പേര് ദോഷങ്ങളൊക്കെ, രശ്മികയുടെ പേരിലുള്ള ആ ദോഷങ്ങളൊക്കെ ഈ ദ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞ മൂവി മാറ്റുമെന്ന് തോന്നുന്നു.
അല്ലേ? ഇനി ഇതിൻ്റെ ട്രെയിലർ വരാനുണ്ട്. ട്രെയിലർ വരട്ടെ. ട്രെയിലർ നമ്മൾ റിയാക്ട് ചെയ്യുന്നതായിരിക്കും.